यज्ञा प्रजा सृष्ट्वा पुरोवाच प्रजापतिः अनेन प्रसविष्यध्वम् एष वो स्विष्टकामधुक्। श्रेयः परमवाप्स्यथ। നമസ്കാരം. ഭഗവത്ഗീത പ്രായോഗിക ജീവിതത്തിൽ ബന്ധപ്പെടുത്താനുള്ള പരിശ്രമത്തിനിടയിൽ ഗീതയിൽ ഒരുപാട് തവണ വിവരിച്ചിട്ടുള്ള ഒരു വാക്കാണ് യജ്ഞം, യജ്ഞാവശിഷ്ടം, യജ്ഞാർപ്പണം, യജ്ഞഭാവന എന്നിങ്ങനെ യജ്ഞവുമായി ബന്ധപ്പെടുത്തി ഒരുപാട് തവണ ജീവിതം തന്നെ ഒരു യജ്ഞമായി മാറണമെന്ന് ഭഗവാൻ ഗീതയിൽ നമ്മളെ ഉപദേശിക്കുന്നു. എന്താണ് യജ്ഞം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബ്രഹ്മകുമാരി മീനാജി നമ്മളോടൊപ്പമുണ്ട്. സ്വാഗതം ബഹൻജി. ഓം ശാന്തി. ഭഗവാൻ ഗീതയിൽ പറയുന്നു യജ്ഞഭാവനാ ജീവിതം നയിക്കണം എന്ന്, അല്ലെങ്കിൽ യജ്ഞഭാവനയോടുകൂടി ജീവിതം മുന്നോട്ട് പോകണമെന്ന്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യജ്ഞം എന്നുള്ള വാക്ക് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് സർവർക്കും സുഖശാന്തി പ്രദാനം ചെയ്യുന്ന കർമ്മങ്ങളെയാണ്. അതായത് വിശ്വ നന്മയ്ക്ക് വേണ്ടി, സർവരുടെയും മംഗളത്തിന് വേണ്ടി ചെയ്യുന്ന സദുദ്യമങ്ങളാണ്, ശ്രേഷ്ഠ കർമ്മങ്ങളെയാണ് യജ്ഞം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറയാറുണ്ടല്ലോ, ജീവിതത്തിൻ്റെ പരമോന്നതമായ ലക്ഷ്യം എന്ന് പറയുന്നത് മുക്തിയും ജീവൻ മുക്തിയുമാണ്. മുക്തിയർത്ഥം ശാന്തി, ജീവൻ മുക്തിയർത്ഥം സുഖം. അപ്പോൾ സർവർക്കും, നമുക്കും മറ്റുള്ളവർക്കും സുഖശാന്തി നൽകുന്ന ശ്രേഷ്ഠകർമ്മങ്ങളെ യജ്ഞകർമ്മങ്ങളെന്ന് പറയാം. അപ്പോൾ എപ്പോഴാണോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം കൊണ്ട് അനേകർക്ക് സുഖം കൊടുക്കുന്നവരായിട്ട് മാറുന്നത്, അനേകർക്ക് ശാന്തി നൽകുന്നവരായി മാറുന്നത്, അപ്പോൾ എന്തായി? നമ്മുടെ ജീവിതവും സുഖശാന്തിമയമാകും. നമ്മൾ നിമിത്തം മറ്റുള്ളവർക്കും സുഖശാന്തി കിട്ടും. അപ്പോൾ പറയാം നമ്മുടെ ജീവിതം യജ്ഞജീവിതമാണ്. അപ്പോൾ ഒരു ചന്ദനത്തിരി തന്നെ നോക്കിക്കോളൂ, അത് കത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും, സുഗന്ധം എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതവും ആ ചന്ദനത്തിരി പോലെ. നമ്മൾ ഓരോ ദിവസവും ഓരോ വയസ്സ് നമ്മുടെ കൂടുമ്പോഴും നമ്മുടെ ജീവിതമാകുന്ന തിരി കത്തുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മളിൽ നിന്ന് സുഗന്ധം എല്ലാവർക്കും ഉണ്ടാകണം. ജീവിതത്തിൻ്റെ ലാസ്റ്റ് നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നതിനനുസരിച്ച് നമുക്ക് അനേകർക്ക് നമ്മളിലെ നന്മകളും നമ്മുടെ ഗുണങ്ങളെയും ശക്തികളെയും കഴിവുകളെയും എല്ലാം ഈ ലോകത്തിന് വേണ്ടി, അനേകർക്ക് വേണ്ടി നമുക്ക് സഫലമാക്കിയിട്ട്, സാഹിത്യത്തിൽ പറയുന്ന പോലെ സ്വയം എരിഞ്ഞ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നമുക്ക് കഴിയും. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, സാധാരണ യജ്ഞം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന യാഗങ്ങളുടെ ചിത്രമാണ്. ഒരു ഹോമകുണ്ഡം ഉണ്ടാവും അല്ലേ, കുറച്ച് ബ്രാഹ്മണരിരുന്നു കൊണ്ട് ആ ഹോമാഗ്നിയിലേക്ക് ദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നത് നമുക്ക് കാണാം, ഹവിസർപ്പിക്കുന്നത് കാണാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ അർജുൻ്റെ അടുത്ത് പറയുന്നത് യജ്ഞഭാവന, നിൻ്റെ ജീവിതം ഒരു യജ്ഞമാണ്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ജീവിതവും ശരിക്കും പറഞ്ഞാൽ ഒരു ഹോമകുണ്ഡം പോലെ അഗ്നി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ ദ്രവ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഹോമ അഗ്നി നമ്മുടെ ഒരു തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ, മനസ്സിൽ അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കണം. ഏതഗ്നി? ജ്ഞാനാഗ്നി, അറിവ്, തിരിച്ചറിവ്. ഞാൻ ആരാണെന്നുള്ള അറിവ്, ഞാൻ ആത്മാവാണ്, പരമാത്മാവിൻ്റെ സന്താനമാണ്, നമ്മൾ എൻ്റെ കൂടെയുള്ളവരെല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ്. അപ്പോൾ ഈ ജ്ഞാനമാകുന്ന അഗ്നി കത്തിക്കൊണ്ടിരുന്ന എന്താ ഗുണം? നമ്മുടെ ഉള്ളിൽ ബോധം ഉദിക്കും. അഗ്നി വെളിച്ചം തരുന്നത് പോലെ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ, ജ്ഞാനത്തിൻ്റെ മനനം, ചിന്തനം,
ആ ജ്ഞാന ചിന്തനമാണ് നമ്മളെ ബോധവാനാക്കണേ. ഭഗവാൻ ഗീതയിലൂടെ അതിനല്ലേ ശ്രമിച്ചേ, അർജുനന് ജ്ഞാനം നൽകി ബോധവാനാക്കണം. അതുകൊണ്ട് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, സർവ്വ യജ്ഞങ്ങളിലും വെച്ച് സർവശ്രേഷ്ഠ യജ്ഞം ജ്ഞാനയജ്ഞമാണ്. അതായത് ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ബോധവാന്മാരായിട്ട് ജീവിക്കാൻ കഴിയും. അപ്പോഴാണ് നമ്മൾ വെളിച്ചത്തിലേക്ക് വരുന്നത്. അപ്പോൾ സാധാരണ കണ്ടില്ലേ, ഹോമം കുണ്ടത്തിൽ എപ്പോഴും ഹവിസ് അർപ്പിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? ജ്ഞാനമാകുന്ന എണ്ണ ഉണ്ടെങ്കിലേ നമ്മുടെ ഉള്ളിൽ ബോധമാകുന്ന അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുള്ളൂ. അതുകൊണ്ടാണ് സത്സംഗം നിത്യേന എന്ന് പൂർവികർ പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് നിത്യേന പോയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം പോലും സത്സംഗം കേൾക്കാൻ സമയമില്ലല്ലോ. ആദ്യമേ നമ്മൾ പറയുന്നത് അതാണ്, സമയമില്ല. എത്ര അശാന്തിയും കഷ്ടവും ടെൻഷനും ദുരിതങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആ ടെൻഷനും കൊണ്ട് നമ്മൾ സമയം എത്ര പാഴാക്കും. എന്നാലും ഒരു ദിവസം ഒരു അരമണിക്കൂർ സമയമെങ്കിലും ശരി സത്സംഗത്തിൽ പോയിരിക്കും. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ചിലപ്പം ആശ്രമം ഉണ്ടാവും, നിത്യേന സത്സംഗങ്ങൾ നടക്കുന്ന സ്ഥാനം ഉണ്ടാവും. നമ്മളെന്ത് വിചാരിക്കുക, ഇതൊക്കെ പണിയും തൊഴിലും ഇല്ലാത്ത ആർക്കും ഉള്ളത്. സംഘങ്ങൾ ചേരുന്നുണ്ട് സത്സംഗത്തിനും വേണ്ടിയല്ലാന്ന് മാത്രം, വേറെ ദുഷിച്ച പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ് സംഘം ചേരുന്നത്. എത്ര സമയം അവിടെ എവിടെയും പോയിരുന്നു നമ്മൾ വർത്തമാനം പറഞ്ഞു കളയും. വെറുതെ പോയി കടത്തിണ്ണയിലിരിക്കും, മരച്ചുവട്ടിലിരിക്കും, അവിടെ ഇവിടെ ഇരുന്ന് കൂട്ടുകാരുടെ കൂടെ നമ്മൾ എത്ര സത്സംഗം. അതെ, അതിനെ സത്സംഗം എന്ന് പറയാനും പറ്റില്ലല്ലോ. പലപ്പോഴും നല്ല കാര്യങ്ങളല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്, നല്ലത് കുറവും കെട്ടത് കൂടുതലും. അവിടെ ഇവിടെ ഇരുന്ന് ഫോണിന്റെ കൂടെ നമ്മൾ എത്ര സമയം കളയും, കമ്പ്യൂട്ടറിൽ എത്ര സമയം കളയും, ടിവിയുടെ മുന്നിൽ എത്ര സമയം കളയും. അപ്പം നമുക്കെല്ലാവർക്കും സമയമില്ല എന്നല്ല, സമയമുണ്ട്. പക്ഷെ അതിനെ സദുപയോഗം ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പം യജ്ഞഭാവനയോടെ ജീവിക്കുക അർത്ഥം എന്താണ്? ഈ ജ്ഞാനമാകുന്ന എണ്ണ പകർന്നു കൊടുത്തുകൊണ്ട് ഭഗവാൻ പറയണേ, അർജുന നീ ബോധവാനായിട്ട് ജീവിക്കുക. ഞാൻ ആരാണ്, ഞാൻ ആരുടേതാണ്, ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ, അതാണ് ഏറ്റവും പ്രധാനം. ഓം ശാന്തിയുടെ അർത്ഥമേ ഏതാ? ഓം അർത്ഥം ഞാൻ ആത്മാവാകുന്നു. ഓം ശാന്തി, ഞാൻ ശാന്തസ്വരൂപാത്മാവാണ്. ശാന്തിയാണ് എൻ്റെ ധർമ്മം, സുഖമാണ് എൻ്റെ ധർമ്മം. അപ്പം ഞാൻ അത് തന്നെയാണോ ചെയ്തുകൊണ്ടിരിക്കണേ? എൻ്റെ സ്വഭാവം ഇതാണ്, ഞാൻ ആഗ്രഹിക്കുന്നതും ഇതാണ്. അപ്പം എൻ്റെ കൂടെ ഇടപഴകുന്നവരെല്ലാവരും, കുടുംബത്തിലുള്ളവരാണെങ്കിലും നമ്മുടെ ജോലിസ്ഥലത്തുള്ളവരാണെങ്കിലും, എനിക്ക് സുഖവും ശാന്തിയും സമാധാനവുമാണ് ഇഷ്ടമെങ്കിൽ, ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, എല്ലാവരും എന്നോട് സ്നേഹമായിട്ട് പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, ലോകത്തെല്ലാവരും നമ്മുടെ അടുത്തുനിന്നും അത് തന്നെയാണല്ലോ ആഗ്രഹിക്കണേ. അപ്പം നമ്മൾ നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും പെരുമാറ്റത്തിലൂടെയും നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ എവിടെയാണെങ്കിലും സമൂഹത്തിൽ നമ്മളൊരു സംഘടനയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ സാന്നിധ്യം കൊണ്ട്, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാവർക്കും സുഖശാന്തി നൽകുന്ന പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം യജ്ഞമായിട്ട് മാറുക. അപ്പം അതിനാണ് ജ്ഞാനമാകുന്ന എണ്ണയുടെ ആവശ്യം. അപ്പം ജ്ഞാനമാകുന്ന എണ്ണ പകർന്ന് നമ്മുടെ ഉള്ളിൽ ഹോമകുണ്ട എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. അത് അണയാദീപം പോലെ കത്തണം. ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ലേ, യാഗങ്ങൾ നടന്നു കഴിഞ്ഞാലും ഒരു സ്ഥലത്ത് 7 ദിവസമോ അല്ലെങ്കിൽ 14 ദിവസത്തെ യാഗം നടത്തും. പക്ഷേ ആ സ്ഥലത്തെ യാഗം പൂർത്തിയായാലും തൊട്ടടുത്ത് ആരാണോ അത് സംഘടിപ്പിച്ച്, ചില ആശ്രമങ്ങളിലൊക്കെ ആണെങ്കിലും നമുക്കറിയാം, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ ചില ഹോമകുണ്ടങ്ങൾ അണയാതെ സൂക്ഷിക്കാറുണ്ട്. കാലാകാലങ്ങൾ അടുത്ത യാഗം നടക്കുന്നത് വരെ ഈ യാഗത്തിൻ്റെ യജ്ഞകുണ്ട കത്തിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? സദാ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ജ്ഞാനദീപം ജ്വലിച്ചുകൊണ്ടിരിക്കണം. ബോധം ഉണർന്നിരിക്കണം. ബോധം ഒരിക്കലും അണയരുത്. ബോധം പോയാൽ എന്തായി? നമ്മളൊരാൾ റോഡിൽ കൂടെ ഭ്രാന്തനെ പോലെ നടന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്താ പറയുക? അയാൾക്ക് സ്വബോധമില്ല, അങ്ങനെയല്ലേ പറയണ? ഭ്രാന്തനാണ്. അപ്പം നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മളൊക്കെ വലിയ ബോധവാന്മാരാണെന്നാണ്. അയാൾക്ക് മാത്രം ബോധമില്ല. നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ എന്താ? സ്വബോധം. സ്വ അർത്ഥം സെൽഫ്, ആത്മബോധം. ഞാൻ ആത്മാവാണെന്ന ബോധം, ഞാൻ ചൈതന്യമാണെന്ന ബോധം. നമ്മൾ ഓരോരുത്തരും ഞാൻ ഡ്രൈവറാണെന്ന ബോധത്തിലാണ് ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, ആണോ? അല്ല. നമ്മൾ ഈ വണ്ടിയുടെ കോൺഷ്യസിലായിപ്പോയി. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞ യജ്ഞഭാവന ബോധത്തിൽ വരൂ. ഞാൻ ഡ്രൈവറാണെന്ന ബോധത്തോടെ ഈ വണ്ടി ഓടിക്കുകയാണെങ്കിൽ കൂടെയുള്ള വണ്ടികളിൽ പോയി തട്ടാതെ മുട്ടാതെ എല്ലാവർക്കും എൻ്റെ കൂടെ വണ്ടി ഓടിക്കാനുള്ള സ്വാതന്ത്ര്യവും സൗകര്യവും നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മുടെ വണ്ടി കൊണ്ടുപോകും. അതാണ് യജ്ഞഭാവന എന്നതുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, ജ്ഞാനമാകുന്ന എണ്ണ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ യോഗാഗ്നി ജ്വലിക്കും. യോഗം അഗ്നിക്ക് സമാനമാണ്. നമ്മുടെ മനസ്സ് ഈശ്വരനുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ
ആ യോഗ അഗ്നിയിൽ നമുക്ക് ശക്തി കിട്ടും. സാധാരണ സ്വർണ്ണമൊക്കെ കണ്ടിട്ടില്ലേ, അഴുക്കായി കഴിഞ്ഞാൽ അതിൽ അലോയ്സ് ഉണ്ടാവും എപ്പോഴും. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു സ്വർണ്ണപ്പണിക്കാരൻ ആദ്യം എന്താ ചെയ്യുക? തീയിലിടും. അപ്പം അതിൽ അലോയ് എല്ലാം പോകും. അതേപോലെ നമ്മൾ ആത്മാവ് ഈ ശരീരത്തിൽ വന്ന് ജീവിതം നമ്മൾ ജീവിച്ച് ഈ ഭൂമിയിൽ നമ്മൾ കർമ്മക്ഷേത്രത്തിൽ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് കുറേ എല്ലാം അലോയ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ട്. കുറച്ച് നല്ലതുമുണ്ട്, കുറച്ച് കെട്ടതുമുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിൽ ഈ അലോയ് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിതിനെ ഹോമാഗ്നിയിലിടണം. ഹോമാഗ്നിയിലിടുക അർത്ഥം എന്താണ്? ഈശ്വരൻ്റെ ഓർമ്മയാണ് അഗ്നി. അതിനെയാണ് യോഗം അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്നത്. അപ്പം മെഡിറ്റേഷനിലൂടെ നമ്മുടെ ഉള്ളിൽ അന്തരാത്മാവിൽ ശുദ്ധീകരണം നടക്കും. അതുകൊണ്ടാണ് യജ്ഞം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെന്താ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലും എന്ത് നടക്കണം? ശുദ്ധീകരണം നടക്കണം. അന്ധകരണത്തിൽ ശുദ്ധീകരണം. കാരണം മാലിന്യം കൂടുതൽ നമ്മുടെ ഉള്ളിലാണ്. ഇപ്പം നമ്മൾ ശുദ്ധീകരണ പ്രോഗ്രാം, ശുദ്ധീകരണ യജ്ഞം എന്ന് പറയാറില്ലേ? ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല പ്രൊജക്റ്റുകളുണ്ടല്ലോ. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റാണ് സ്വച്ഛ ഭാരതം, ഭാരതത്തെ ശുദ്ധാക്കുക. ഓരോരുത്തരും അവരവരുടെ വീടിനെ, നാടിനെ, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സ്ഥലമുണ്ടോ എല്ലാറ്റിനെയും ക്ലീനാക്കി വെക്കുക. നമ്മുടെ ശരീരത്തെ, വസ്ത്രത്തെ, അല്ല ദേഹത്ത് നോക്കും. ഒരു ദിവസം നമുക്ക് ഒരു നേരം പോലും കുളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കേരളക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ മിനിമം 2 നേരമെങ്കിലും കുളിക്കും. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. വസ്ത്രം ഇന്ന് അലക്കി ഉപയോഗിക്കും. പക്ഷെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും മനോമാലിന്യം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വെയിറ്റിംഗ് ഷെഡ് തന്നെ നോക്കൂ, നമ്മൾ വൃത്തിയാക്കി വെച്ചാലും ഇപ്പം അല്ലെങ്കിൽ ഒരു കുളം, അല്ലെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്ന പുഴ, ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടില്ല എല്ലാവരും പോയി വൃത്തിയാക്കും. ശുദ്ധീകരണ യജ്ഞം എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുക. യജ്ഞം എന്ന് അവിടെ എന്തുകൊണ്ടാണ് പറയണേ? തീവ്ര പ്രയത്നമാണ്. ഒരു കുളം അല്ലെങ്കിൽ ഒരു പുഴ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലം വൃത്തിയാക്കി വെക്കുക അനേകർ ഉപയോഗിക്കുന്നതാണ്. അപ്പം അനേകർക്ക് മംഗളം നൽകുന്ന സുഖവും ശാന്തിയും സന്തോഷവും സൗകര്യവും നൽകുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കി വെക്കുക, സദാ അതിനെ വൃത്തിയാക്കി സൂക്ഷിക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് വളരെ കൂട്ടായ്മയോടുകൂടി, മംഗളഭാവനയോടുകൂടി, സ്നേഹത്തോടുകൂടി ആ കർമ്മം ചെയ്യുമ്പോഴാണ് നമ്മളതിനെ യജ്ഞം അല്ലേ. തീവ്ര പരിശ്രമമാണ്, കൂട്ടായ്മയോടുള്ള പരിശ്രമമാണ്. അതിൻ്റെ റിസൾട്ടും അനേകർക്കാണ്. അതാണ് യജ്ഞം. സതുദ്യമം, കൂട്ടായ്മ, പ്രയത്നത്തിലും കൂട്ടായ്മ, ഫലവും എല്ലാവർക്കും, സർവർക്കും. അപ്പോഴാണ് അത് യജ്ഞഭാവനയായിട്ട് മാറുക. അപ്പോൾ ബോധവൽക്കരണ യജ്ഞം, സാക്ഷരതാ യജ്ഞം അല്ലേ, അതേപോലെ ശുദ്ധീകരണ യജ്ഞങ്ങൾ, ഇതെല്ലാം നമ്മൾ നമ്മുടെ നാട്ടിൽ നടത്താറുണ്ട്. അപ്പം ആ വൃത്തിയാക്കൽ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം അതിന് ചൂലും കോരിയും മൺവെട്ടിയും അങ്ങനെയുള്ള ഉപകരണങ്ങളെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ വൃത്തിയാക്കാൻ ശ്രമിക്കും. പക്ഷെ ഒരു പുഴ തന്നെ നോക്കൂ, വൃത്തിയാക്കി വെച്ചിട്ട് പോവും. ഒരു 6 മാസം പോലും ആകണ്ട, അപ്പോഴേക്ക് വീണ്ടും അതിൽ മാലിന്യം അടിഞ്ഞുകൂടുന്നത്. കാരണം ആരാ ഇതിനെ മലിനാക്കണേ? ക്ലീൻ ചെയ്തത് നമ്മൾ, മലിനാക്കണത് ആരാ? തീർച്ചയായിട്ടും ആളുകളൊക്കെ തന്നെയാണ്, മനുഷ്യർ തന്നെ അല്ലേ. അപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർ ഒരു കൂട്ടർ വൃത്തിയാക്കാൻ, ഒരു കൂട്ടർ കേടുവരുത്തുക. അപ്പം മനുഷ്യൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാലിന്യങ്ങൾ, മനസ്സിൻ്റെ ഉള്ളിൽ ആരുടെ മാലിന്യങ്ങളുണ്ടോ, മാലിന്യങ്ങൾ നിറഞ്ഞ മനുഷ്യരാണ് എന്ത് ചെയ്യണേ? ഇതെല്ലാം അഴുക്കാക്കണം. ആരുടെ ഉള്ളിൽ നന്മകളുണ്ടോ അവരെന്ത് ചെയ്യുന്നു? വൃത്തിയാക്കാൻ വേണ്ടി. അപ്പോൾ മലിനമാക്കുന്നവരത് ചെയ്യാതിരുന്നാൽ പിന്നെ ഇത്ര എക്സ്ട്രാ പണിയെടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട യജ്ഞഭാവന ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ വാച കർമ്മണ മലിനമാക്കാതിരിക്കുക, അഴുക്കാക്കാതിരിക്കുക. ഇപ്പം പ്ലാസ്റ്റിക് തന്നെ നോക്കൂ, നമ്മൾ വലിച്ചെറിയണം. അപ്പം നമുക്ക് ബോധം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യില്ല. വലിച്ചെറിഞ്ഞാൽ പിന്നെ പെറുക്കാൻ കുറച്ച് പേര് വേറെ പോകണം, വേണ്ടേ? അപ്പം അതുകൊണ്ട് നമ്മൾ ഒന്ന് ദുരുപയോഗം ചെയ്യാതിരിക്കുക. സാധനങ്ങളെ, സാമഗ്രികളെ, വ്യക്തികളെ ചൂഷണം ചെയ്യാതിരിക്കുക. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒന്നിനെയും ചൂഷണം ചെയ്യാതിരിക്കുക, ഒന്നിനെയും ദുരുപയോഗപ്പെടുത്താതിരിക്കുക. അത് മനുഷ്യരാകട്ടെ, സാധനങ്ങളാകട്ടെ, വ്യക്തികളാകട്ടെ, സാമഗ്രികളാകട്ടെ, ഒന്നിനെയും തന്നെ. അതൊരു യജ്ഞഭാവനയാണ്. ഇപ്പോൾ ഒരു ഓഫീസിൽ നമ്മൾ പണിയെടുക്കണോ, നമ്മളെ കൊണ്ട് അധർമ്മം ചെയ്യിക്കുക, കള്ളം പറയിപ്പിക്കുക, അസത്യം ചെയ്യിപ്പിക്കുക, എന്നിട്ട് നമുക്കൊരു സ്ഥാനം കയറ്റം തരിക, നമ്മളതിന് തയ്യാറാക്കുക. അപ്പോൾ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഒരു കൂട്ടർ ചൂഷണം ചെയ്യണു, നമ്മളെ ചൂഷണത്തിന് വിധേയമാകണം, നമ്മളതിന് കൂട്ടു നിൽക്കണു. എന്നിട്ട് അതിൻ്റെ പേരിൽ നമുക്കൊരു ട്രാൻസ്ഫർ കിട്ടി, അല്ലെങ്കിൽ നമുക്ക് അത് പ്രൊമോഷൻ കിട്ടി, സാലറി കുറച്ച് കൂട്ടി കിട്ടി. പക്ഷെ ആ സാലറി കൊണ്ട് നമുക്കൊരിക്കലും ഒരു ശ്രേഷ്ഠ ജീവിതം ജീവിക്കാൻ പറ്റില്ല. കാരണം അധർമ്മ മാർഗത്തിൽ നമ്മൾ സമ്പാദിച്ചെടുക്കുകയാണ്. യജ്ഞഭാവന എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മളും അധർമ്മം ചെയ്യരുത്, നമ്മൾ മറ്റാരെയും ചൂഷണം ചെയ്യാനും പാടില്ല. അതാണ് നമ്മൾ സ്വാർത്ഥതയും പാടില്ല, ദ്രോഹിക്കുക എന്നുള്ളൊരു ചൂഷണം ചെയ്യാനും പാടില്ല. അതാണ് നമ്മൾ ദുര്യോധനും ശകുനിയിലും നോക്കണേ. എന്തെല്ലാം ചൂഷണം ചെയ്തു, വ്യക്തികളെ, കഴിവുകളെ, കർണനെയും ഭീഷ്മരെയും ദ്രോണരെയും എല്ലാം ചതിയിൽപ്പെടുത്തി അവരുടെ സാമർത്ഥ്യവും കഴിവുകളെല്ലാം വെച്ച് തനിക്ക് ജയിക്കാൻ വേണ്ടി എല്ലാം ഉപയോഗിച്ചു. പക്ഷെ ജയിച്ചില്ലല്ലോ, തോൽവിയല്ലേ ഉണ്ടായി. ഇതാണ് ഭഗവാൻ യജ്ഞഭാവനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ ഏത് സന്നദ്ധ സംഘടനകളുടെ ഭാഗമായിട്ട് ജീവിതം ജീവിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരെയും ദ്രോഹിക്കാനും പാടില്ല, നമ്മൾ ആരെയും ചൂഷണം ചെയ്യാനും പാടില്ല, നമ്മൾ ആരെ കൊണ്ട് അധർമ്മം ചെയ്യിപ്പിക്കാനും പാടില്ല. അതാണ് ഭഗവാൻ പറയുന്ന യജ്ഞ ഭാവന എന്നതുകൊണ്ട് ഉദ്ദേശിക്കണേ. പകരം നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? സമഷ്ടി. വ്യഷ്ടി സമഷ്ടി 2 വാക്കുകളാണ് ഭഗവാൻ പറയുന്നത്. വ്യഷ്ടി ഭാവം, അതായത് വ്യക്തിഗത ഭാവം, എൻ്റെ സ്വാർത്ഥതയ്ക്കോ എൻ്റെ മോഹത്തിനോ എൻ്റെ ഇച്ഛകൾക്കോ വേണ്ടി മാത്രം, എൻ്റെ സ്വാർത്ഥപരമായ ഇച്ഛകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മളൊന്നും ചെയ്യരുത്. അതുകൊണ്ട് നോക്കൂ, ഈ യജ്ഞങ്ങൾ നടക്കുമ്പോൾ, യാഗങ്ങൾ നടക്കുമ്പോൾ അതിൽ ഹവിസ് അർപ്പിക്കുന്ന സമയത്ത് പറയണത് ഇതം ന മാമ, ഇതെനിക്ക് വേണ്ടിയല്ല, ഇത് രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ്, ലോകത്തിന് വേണ്ടിയിട്ടാണ്, ഭൂമിക്ക് വേണ്ടിയിട്ടാണ്, സർവർക്കും വേണ്ടിയിട്ടാണ്. ഓരോ ശ്ലോകങ്ങളിലും അങ്ങനെയാണ്, സർവരുടെയും മംഗളത്തിന് വേണ്ടി. ഇപ്പൊ മഴ പെയ്യാൻ വേണ്ടി ഒരുപാട് ഹോമങ്ങളും വരൾച്ചയാണല്ലോ. അതെ, അപ്പം മഴ ഒരാൾക്ക് വേണ്ടിയിട്ടാണോ? അല്ല, മഴ പെയ്താൽ അതിൻ്റെ ലാഭം സർവർക്കുമാണല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് മാത്രമല്ല സർവർക്കും ഉപകാരപ്പെടണം. പക്ഷെ ഇന്ന് നമ്മൾ പഠിച്ചൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഫാമിലി ആയി കഴിയുമ്പോൾ നമ്മുടെ വിചാരം എന്താണ്? എല്ലാം എൻ്റെ ഹസ്ബൻഡ്, വേറെ ആരെയും നോക്കാൻ പാടില്ല, എൻ്റെ വൈഫ്, ഒരാളോടും മിണ്ടാൻ പാടില്ല, ഞാൻ ഉണ്ടാക്കിയത്, എൻ്റെ സമ്പാദ്യം, അതെൻ്റെ കുടുംബത്തിന്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്കും വേണ്ടി മാത്രം. പക്ഷെ നമുക്ക് ഈ സാലറി എവിടുന്നാണ് കിട്ടിയത്? ഈ സമ്പത്ത് നമ്മൾ എവിടുന്നാണ് ഉണ്ടാക്കിയത്? നമ്മൾ ഓരോരുത്തരും ജനിച്ച് വീണപ്പോൾ നമുക്ക് ഇരിക്കാനൊരു വീടുണ്ടായിരുന്നത് ആര് കെട്ടിയതാ? എത്ര പേരുടെ പരിശ്രമമാണ്? നമ്മുടെ പിതാമഹന്മാർ ബാക്കിലേക്ക് പോയാൽ എത്ര പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇത് എൻ്റെ വീടാ, എൻ്റെ പറമ്പാ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു വയ്ക്കണം. അതിനുശേഷം നമ്മൾ പഠിക്കണു. നമ്മളെ പഠിപ്പിക്കാൻ നമ്മുടെ സ്കൂള്, നമ്മുടെ അധ്യാപകർ, നമ്മൾ സഞ്ചരിക്കുന്ന റോഡ്, നമ്മൾ ഉപയോഗിച്ച വാഹനങ്ങൾ, നമ്മളെ പഠിപ്പിക്കാൻ ഗവൺമെൻറ് ശമ്പളം കൊടുത്ത അധ്യാപകരെ വെച്ചിരിക്കുക. ഗവൺമെൻറ്റിൻ്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ ആരുടെയാ? നമ്മുടെ നാട്ടിലെ സമ്പത്ത്, എല്ലാവരുടെയും പൊതുജനങ്ങളുടെ സമ്പത്താ. നമ്മളുടെ ഈ നാട്ടിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ടാക്സ് ആണല്ലോ നമുക്ക് തിരിച്ച് എല്ലാവർക്കും ശമ്പളമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണേ. അപ്പം അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ? ഈ നാട്ടിലെ, ലോകത്തിലെ സർവരുടെയും എഫർട്ടിൻ്റെ ഫലമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. നമ്മളിട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും നോക്കൂ, നമ്മൾ പറയും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയത് എൻ്റെ ഡ്രസ്സ്. പക്ഷെ ഈ ഡ്രസ്സ് നമ്മുടെ കയ്യിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇതിന് പിന്നിൽ എത്ര പേരുടെ അധ്വാനം. എന്തിന്? നമുക്കൊരു ഗ്ലാസ് ചായ പോലും നമുക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലെ, വെള്ളം, പാല്, ചായപ്പൊടി, പഞ്ചസാര, ഇതെല്ലാം എത്തണമെങ്കിൽ എത്ര പേരുടെ വർക്കാണ് അതിൻ്റെ പിന്നിൽ, അല്ലേ? അപ്പം യജ്ഞഭാവന എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? നമുക്കും അതുകൊണ്ട് ഓർമ്മ വേണം, ഞാൻ എൻ്റെ കഴിവുകളും എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ കുടുംബത്തിന്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഭർത്താവിന്, എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ശരിയാണ്, അവരുടെ കാര്യം നമ്മൾ നോക്കണം. പക്ഷെ അത് മാത്രമല്ല, അത് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് അനേക കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഗീതയിലൂടെ ഭഗവാൻ പറയുന്നുണ്ട്, യജ്ഞത്തിലൂടെ ദേവന്മാരെ പ്രീതിപ്പെടുത്തണം, അങ്ങനെ പ്രീതിപ്പെട്ടാൽ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവും എന്ന് പറയുന്നുണ്ട്. സാധാരണ കുടുംബങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജ്യോത്സ്യരെയൊക്കെ വിളിച്ച് പ്രശ്നപരിഹാരം അന്വേഷിക്കുന്ന സമയത്ത് പറയാറുണ്ട് ഹോമം അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങൾ, അങ്ങനെ ദേവന്മാരെ പ്രീതിപ്പെടുത്തണം, പ്രശ്നം വെച്ച് ഇന്ന ദേവതകൾക്ക് ഇന്ന ഹോമം ചെയ്യണം, കർമ്മം ചെയ്യണം, അവരെ പ്രീതിപ്പെടുത്തണം എന്ന് യുക്തിപൂർവം ചിന്തിക്കുകയാണെങ്കിൽ ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ തുടങ്ങുന്നതിന് മുമ്പ് അവർക്ക് അപ്രീതി ഉണ്ടാവണമല്ലോ. അങ്ങനെ അപ്രീതി ആയ ദേവന്മാരെ പ്രീതിപ്പെടുത്തേണ്ടത് നമ്മുടെയൊക്കെ കടമയാണോ? അങ്ങനെ പ്രീതിപ്പെടുത്താനായി ഇങ്ങനെ വിവിധ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആവശ്യം നമുക്കുണ്ടോ? അല്ലെങ്കിൽ ഇത്തരം കർമ്മങ്ങളിലൂടെ അവരെ പ്രീതിപ്പെടുത്താൻ സാധിക്കുമോ? അല്ല, അവർക്ക് അപ്രീതി ഉണ്ടാവുമോ? അതെ, അവര് ദേവതകൾ എന്ന് പറഞ്ഞാൽ ദൈവങ്ങളാണ്. നമ്മള് ദൈവങ്ങൾക്ക് അപ്രീതി ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? അതൊരു സംശയമാണ്.
അപ്രീതിയുള്ള ആളെ നമ്മൾ ദൈവം എന്ന് പറയുമോ? ഒരിക്കലുമില്ല, ഇല്ല. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ ആരാണ്? സർവഗുണങ്ങളുടെയും സർവശക്തികളുടെയും സാഗരം, ഖജനാവ്. അതെ, ഖനിയാണ്. ഇത്രയും വലിയ ഖനിയാണ്. നമ്മൾ പാടാറുള്ളത് എന്താണ്? സ്നേഹസാഗരം, അതെ, ശക്തികളുടെ സാഗരം, അല്ല, അറിവിൻ്റെ സാഗരം. അപ്പം കടൽ സമാനമായിട്ടുള്ള ആൾക്ക് നമ്മൾ കൊണ്ടുപോയി വെള്ളം കൊടുക്കുന്ന പോലെയല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഭഗവാൻ സർവ്വഗുണങ്ങളുടെ ശക്തികളുടെ സാഗര. അപ്പം അതുകൊണ്ട് ഈശ്വരന് അപ്രീതിയുടെ വിഷയം വരുന്നില്ല, പ്രീതിയുടെ വിഷയവും വരുന്നില്ല. ഭഗവാന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ലേ, സദാശിവൻ എന്നാ പറയുക. സദാ നിറഞ്ഞിരിക്കുന്ന ആളാ, സദാ മംഗളകാരിയ. അതാണ് പരമാത്മ. പിന്നെ ദേവന്മാർ, ദേവിമാർ. ആരിലാണോ ദൈവിക ഗുണങ്ങളുള്ളത് അവരെയാണ് ദേവൻ, ദേവി എന്ന് നമ്മൾ പറയണം. ദൈവിക ഗുണങ്ങളുള്ളവരെ ദേവൻ, ദേവി എന്ന് പറയണം. അപ്പോഴും അവർക്ക് അപ്രീതിയുടെ വിഷയം വരുന്നില്ല. കാരണം ദൈവിക ഗുണങ്ങൾ മാത്രമുള്ളവരെ ദേവൻ എന്ന് പറയുക, അല്ലെങ്കിൽ ദേവി എന്ന് വിളിക്കുക. കുറച്ച് ഗുണവും അവഗുണവും കൂടെ മിക്സായി കഴിയുമ്പോൾ നമ്മൾ മനുഷ്യൻ എന്നാ പറയാം. ഇനി അവഗുണം മാത്രമായി കഴിഞ്ഞാൽ അസുരന്മാരെന്നാ പറയാം. നമ്മൾ അങ്ങനെയല്ലേ പറയാം, ദേവഗണം, മനുഷ്യഗണം, അസുരഗണം. അപ്പം ദൈവിക ഗുണങ്ങൾ മാത്രമുള്ളവരാണ് ദേവന്മാർ. അപ്പം അവിടെയും അപ്രീതിയുടെ വിഷയം വരുന്നില്ല. പക്ഷേ ഗീതയിൽ ഭഗവാൻ പറയണ യജ്ഞത്തിലൂടെ ദൈവപ്രീതി വരുത്തുക എന്ന് പറഞ്ഞാൽ പ്രീതിയും അപ്രീതിയൊക്കെ നമുക്കാണ്. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ രണ്ടും ഉണ്ട്, നല്ലതും കെട്ടതുമുണ്ട്. നല്ല ഗുണങ്ങളുമുണ്ട്, കുറച്ച് കെട്ട ഗുണങ്ങളുമുണ്ട്. ദൈവിക ഗുണമുണ്ട്, കുറച്ച് അസുര ഗുണമുണ്ട്. ഇത് രണ്ടും കൂടെ വരുമ്പോഴേ യുദ്ധമുള്ളൂ. ദൈവിക ഗുണങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ യുദ്ധമില്ല. അസുര സ്വഭാവം മാത്രമുള്ളവർക്ക് യുദ്ധത്തിൻ്റെ വിഷയമില്ല. കാരണം അസുര സ്വഭാവമാണ്, മനസ്സ് മുരടിച്ചു കഴിഞ്ഞു, അവിടെ യുദ്ധമില്ല. യുദ്ധം എപ്പോഴാണ് ഉണ്ടാവണേ? പ്രീതി അപ്രീതി എപ്പോഴാണ് വരണേ? ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ്. നന്മയുള്ള ഒരാൾക്ക് തിന്മ കാണുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ആ തിന്മയുമായി യുദ്ധം ചെയ്യേണ്ടി വരിക, അതിൽ വിജയിക്കേണ്ടി വരിക. അപ്പോൾ ഈ അപ്രീതി അല്ലെങ്കിൽ പ്രീതി നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിലെ ദൈവിക ഗുണങ്ങളെ, ദേവന്മാരെ പ്രീതിപ്പെടുത്തുക. അർത്ഥം എന്താ? നമ്മളിൽ ഓരോരുത്തരിലും ദൈവഭാവമുണ്ട്. അർത്ഥം ദൈവഭാവം, അർത്ഥം നമ്മളുടെ ഡിവിനിറ്റി, നമ്മുടെ ദിവ്യത. അതാണ് ഭഗവാൻ പറയണേ സദോ ഗുണങ്ങൾ. സ്വധർമ്മത്തിലിരിക്കും എന്നല്ലേ അർജുനോട് പറഞ്ഞേ. നമ്മളുടെ ആ ഡിവൈൻ വാല്യൂസ്, നമ്മുടെ വെർച്യൂസ്, നമ്മളിലെ ഗുണങ്ങൾ, ശക്തികൾ, നന്മകൾ, ശരിക്കും നമ്മുടെ മൂല്യങ്ങളാണ് അവിടെ പറയണത്. ആ ഗുണങ്ങൾക്ക് എപ്പോഴും പ്രകാശമാണ്, ഗുണങ്ങളിൽ നിന്ന് പ്രകാശം വരിക. അപ്പോൾ ആ ദൈവിക ഭാവത്തെ പുറത്തേക്ക് കൊണ്ടുവരിക. അതിനെന്ത് ചെയ്യണം? യജ്ഞം നടത്തണം, സ്വാഹ ചെയ്യണം, ബലി കൊടുക്കണം. കറക്റ്റാണ്. എന്ത് ബലി കൊടുക്കണം? നരബലിയും മൃഗബലിയും അല്ല നമ്മൾ കൊടുക്കണ്ടേ. അതിന് പകരം നമുക്ക് ബലിയർപ്പിക്കേണ്ടത് മൃഗത്തെ ബലി കൊടുക്കണം. ശരിയാണ്. ഏത്? മൃഗീയ സ്വഭാവങ്ങളാണ്. കാരണം നമ്മുടെ ഉള്ളിൽ മൃഗീയ സ്വഭാവങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പം ദേവഭാവം ഉയരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ അസുരഭാവം, മൃഗീയ സംസ്കാരങ്ങളും സ്വഭാവങ്ങളും. ഇപ്പം നമ്മൾ മനുഷ്യൻ്റെ രൂപമാണ്, പക്ഷേ നമ്മളെ കയ്യിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രവൃത്തികളൊക്കെ മൃഗീയമാണ്, മൃഗീയ സ്വഭാവങ്ങളാണ്. അപ്പം നമുക്ക് സ്വാഹ ചെയ്യേണ്ടത് ഏതിനെയാണ്? മൃഗീയ സ്വഭാവങ്ങളെ ഹവിസർപ്പിക്കൂ എന്ന് പറയാ ഭഗവാൻ. ഏതിൽ? യോഗാഗ്നിയിൽ. ജ്ഞാനയോഗാഗ്നി. ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, അറിവിൻ്റെ വെളിച്ചം വരുമ്പോൾ, ഇപ്പം നോക്കും നമ്മൾ ഗീതയുടെ ജ്ഞാനം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ആരാണെന്നുള്ള ആ ബോധം വരുമ്പോൾ തന്നെ, ഞാൻ ആത്മാവാണെന്ന ആ ചൈതന്യ ബോധം വരുമ്പോൾ, പരമാത്മാവിൻ്റെ സന്താനങ്ങളാണെന്ന ബോധം വരുമ്പോൾ തന്നെ ഈ ശരീരബോധം സ്വാഹ. അപ്പം ഈ ശരീരമാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ശരീരമാണെന്ന ബോധത്തിൽ മാത്രം ജീവിച്ചതാണ് ശരിക്കും നമ്മുടെ അസത്യബോധം. ആ അസത്യബോധത്തെ, ദേഹത്തെ ബലി കൊടുക്കുക എന്നുള്ളതല്ല, പിന്നെയോ ദേഹബോധത്തെ, ബോഡി കോൺഷ്യസ്നെസ് ഉണ്ടാക്കിയ അഹങ്കാരം, കാമം, ക്രോധം, ലോഭം, മോഹം, അസൂയ, ഈ മൃഗീയ സ്വഭാവങ്ങളെ എന്ത് ചെയ്യുക? ഹോമകുണ്ടത്തിൽ അർപ്പിക്കുക. ഏതാ ഹോമകുണ്ടം? അപ്പോൾ നമ്മുടെ ഉള്ളിൽ ജ്ഞാനയോഗാഗ്നി, ബോധം കൊണ്ട്, ഒപ്പം മെഡിറ്റേഷൻ കൊണ്ട്, അറിവ് കൊണ്ട്, സത്സംഗത്തിലിരിക്കുമ്പോഴും ഈ ഹവിസ് സ്വാഹയാകും. മൃഗീയ സ്വഭാവങ്ങളെ സ്വാഹ ചെയ്യണം. അപ്പോൾ ഹോമകുണ്ടം, യാഗം എവിടെയും നടക്കണം? നമ്മുടെ ആന്തരിക തലത്തിൽ നടക്കണം. അതിന് ജ്ഞാനം വേണം, ഒപ്പം ധ്യാനം, മെഡിറ്റേഷൻ വേണം. അപ്പോൾ എന്താകും? നമ്മളിലെ ദൈവഭാവം
പ്രകാശിക്കാൻ തുടങ്ങും. ദൈവിക ഗുണങ്ങൾ, അസുര സ്വഭാവങ്ങൾ പോയാൽ പിന്നെ എന്തായി? ദൈവഗുണങ്ങൾ വരും. ജ്ഞാനത്തിൻ്റെ വെളിച്ചം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അജ്ഞാനത്തിൻ്റെ അന്ധകാരം പോയി. ശാന്ത സ്വഭാവം പുറത്തേക്ക് വരുമ്പോൾ ദേഷ്യം ഓട്ടോമാറ്റിക്കലി നമ്മുടെ പോകും. വിനയത്തിൻ്റെ പ്രകാശം വരുമ്പോൾ അഹങ്കാരത്തിൻ്റെ ഇരുട്ട് നമ്മുടെ മാറിക്കിട്ടും അല്ലേ? അതാണ് വേണ്ട. സ്നേഹത്തിൻ്റെ വെളിച്ചം നമ്മുടെ വന്ന വെറുപ്പ് ആകുന്ന ഇരുട്ട് ഇല്ലാണ്ടാകും. അതാണ് ആ ദൈവഭാവത്തെ പ്രീതിപ്പെടുത്തുക. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ഒരുപാട് സംശയങ്ങൾ ഇന്ന് തീർന്നു. ഇപ്പോൾ യജ്ഞം എന്താണ്, അല്ലെങ്കിൽ ഹോമം, ദൈവപ്രീതി എന്നെല്ലാം നമ്മൾ ദിവസം കേൾക്കുന്ന ഒരുപാട് വാക്കുകളുണ്ട്. അതിനെല്ലാം നമ്മൾക്ക് മറുപടി കിട്ടി. അതുമാത്രമല്ല, ജീവിതം യജ്ഞപൂർണമായി ജീവിക്കണം. അതിനു മുമ്പ് യജ്ഞം എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിലുള്ള ദുഷിച്ച സ്വഭാവങ്ങളെയാണ് നമ്മൾ ഹോമാഗ്നിയിൽ അർപ്പിക്കേണ്ടത്. അതിൽ നിന്നാണ് നല്ല മനസ്സുമായി നമ്മൾ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നതിന് വളരെ നന്ദി. ശാന്തി. ജീവിതത്തെ യജ്ഞമാക്കി തീർക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്ന് ഇന്ന് നമ്മൾക്ക് മനസ്സിലായി. ഭൂമിയിൽ ഉപഭോഗം മാത്രം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമ്മൾക്കിവിടെ കടങ്ങൾ മാത്രം, ഒരുപാട് ഋണബാധ്യതകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേസമയം ജീവിച്ചിരിക്കുന്ന സമയം സത്കർമ്മങ്ങളുടെ വിത്ത് പാകുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ നമ്മൾക്ക് മാത്രമല്ല നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. ഇതേക്കുറിച്ച് നമ്മളുടെ ചർച്ച വീണ്ടും പുനരാരംഭിക്കും. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. ഞങ്ങളുടെ വെബ്സൈറ്റ് www.kerala.brahmakumaris.com.